നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വിപണിയിലേക്ക് വിദേശ മൂലധനയൊഴുക്ക്, കറൻസി മൂല്യത്തിലെ സ്ഥിരതയും കോർപ്പറേറ്റ് വരുമാനവും തുണയായെന്ന് മോത്തിലാൽ ഓസ്വാൾ. ഇന്ത്യൻ വിദേശ നാണ്യ വിപണിക്ക് വൻ മുന്നേറ്റം. രാജ്യത്തെത്തിയത് $4082 കോടി വിദേശ നാണ്യ നിക്ഷേപം. GST പിരിവിൽ വൻ കുതിച്ചുചാട്ടം. സമാഹരിച്ചത് 2.11 ലക്ഷം കോടി രൂപ. റിപ്പോ നിരക്കിൽ മാറ്റമുണ്ടാകില്ലെന്ന് നുവാമ. വെയിറ്റ് ആൻഡ് വാച്ച് നയം സ്വീകരിക്കുമെന്നും റിപ്പോർട്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും. നീക്കം നടത്തി ഇന്ത്യയിലെ മുൻനിര കമ്പനികൾ. വിശദമായ വാർത്തകളിലേക്ക്. ജൂലൈയിൽ വിദേശീയർ വാങ്ങിയത് 15,412 കോടി രൂപയുടെ ഓഹരികൾ. കറൻസി മൂല്യത്തിലെ സ്ഥിരതയും കോർപ്പറേറ്റ് വരുമാനവും തുണയായെന്ന് മോത്തിലാൽ ഓസ്വാൾ. വാല്യൂ ബൈയിങ്ങിലൂടെ വിദേശ മൂലധനം വിപണിയിലേക്ക് ഒഴുകാൻ തുടങ്ങിയെന്നാണ് മോത്തിലാൽ ഒസ്വാൾ വ്യക്തമാക്കിയത്. രൂപയുടെ മൂല്യത്തിലുണ്ടായ സ്ഥിരതയും അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ക്രൂഡ് ഓയിൽ വില വർധനവ് സംബന്ധിച്ച ആശങ്കകളും ലഘൂകരിക്കപ്പെട്ടതാണ് അന്താരാഷ്ട്ര നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തിയത്. ലാഭക്ഷമതയിലെ വളർച്ചയാണ് വിപണിയിലെ പ്രധാന കരുത്ത്. ഈ സാമ്പത്തിക വർഷത്തിൽ കമ്പനികളുടെ വരുമാന വളർച്ച 15 മുതൽ 17% വരെ ഉയരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം IPO, QIP വഴി പുതിയ ഓഹരികൾ വൻതോതിൽ വിപണിയിലെത്തുന്നത് മൂലധന നേട്ടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുമോ എന്നൊരു ആശങ്ക മാത്രമാണ് നിലവിലുള്ളതെന്നും മോത്തിലാൽ വ്യക്തമാക്കി. അതേസമയം നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡിന്റെ കണക്കുകൾ പ്രകാരം ജൂലൈ മാസത്തിൽ മാത്രം 15,412 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വാങ്ങിയത്. AI ഓഹരികളുടെ മൂല്യം അമിതമായി ഉയർന്നതും കമ്പനികളുടെ കടബാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം AI വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന നടന്നതാണ് വിദേശ നിക്ഷേപകരെ വീണ്ടും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ക്യാഷ് മാർക്കറ്റിൽ വിദേശ നിക്ഷേപകരുടെ വിൽപ്പന 9,680 കോടി രൂപയായി ചുരുങ്ങി. ഇത് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണെന്നും ഡേറ്റകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിദേശ നാണ്യ വിപണിയിലേക്ക് റെക്കോർഡ് തുകയുടെ മൂലധന ഒഴുക്ക്. എത്തിയത് $4082 കോടി വിദേശ നാണ്യ നിക്ഷേപം. റിസർവ് ബാങ്കിന്റെ കൺസെഷനിൽ സ്വാപ്പ് ഫെസിലിറ്റി വഴി ജൂലൈ 31 വരെ $40.82 ബില്യൺ അതായത് ഏകദേശം $4082 കോടി വിദേശ നാണ്യ നിക്ഷേപമാണ് രാജ്യത്തേക്ക് ഒഴുകിയെത്തിയത്. റീജിയണൽ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ഓതറൈസ്ഡ് ഡീലർ ബാങ്കുകൾ നൽകുന്ന കണക്കുകൾ പ്രകാരം ഈ ആകെ തുകയിൽ സിംഹഭാഗവും FCNRB നിക്ഷേപങ്ങളിലൂടെയാണ് എത്തിയത്. $36.73 ബില്യൺ FCNRB വഴി ലഭിച്ചത്. ഇതിനു പുറമെ ഓവർസീസ് ഫോറിൻ കറൻസി ബോറോയിങ്സ് വഴി $2.58 ബില്യൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് വഴി $1.52 ബില്യൺ വിപണിയിലെത്തി. ഈ പദ്ധതി പ്രകാരം ബാങ്കുകൾക്ക് പുതിയ FCNRB നിക്ഷേപങ്ങൾ സമാഹരിക്കാനും വിദേശ വായ്പകൾ എടുക്കാനും കഴിയും. ഇതിൽ ഹെഡ്ജിംഗ് ചെലവുകൾ RBI തന്നെ വഹിക്കുന്നു എന്നതായിരുന്നു ബാങ്കുകളെ ആകർഷിച്ച പ്രധാന ഘടകം. ജൂണിലെ മോണിറ്ററി പോളിസി അവലോകനത്തിന് ശേഷം RBI നടപ്പാക്കിയ തീരുമാനങ്ങൾ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന് എത്രത്തോളം കരുത്തു പകർന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വൻ മുന്നേറ്റം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജൂലൈ മാസത്തെ GST പിരിവിൽ വൻ കുതിച്ചുചാട്ടം. വാർഷികാടിസ്ഥാനത്തിൽ 15.4% വളർച്ചയോടെ 2.11 ലക്ഷം കോടി രൂപ സമാഹരിച്ചു. ധനമന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നടപ്പു സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ശക്തമായ പ്രതിമാസ പ്രകടനങ്ങളിലൊന്നാണിത്. റീഫണ്ടുകൾ ക്രമീകരിച്ച ശേഷമുള്ള അറ്റ GST വരുമാനം 15.8% വർദ്ധിച്ച് 1.81 ലക്ഷം കോടി രൂപയിലെത്തി. രാജ്യത്തിനകത്തെ ആഭ്യന്തര ഇടപാടുകളിൽ നിന്നുള്ള GST വരുമാനം 10.1% ഉയർന്ന് 1.44 ലക്ഷം കോടി രൂപയായപ്പോൾ ഇറക്കുമതിയിൽ നിന്നുള്ള GST പിരിവ് 28.8% കുതിച്ചുയർന്ന് 66,511 കോടി രൂപയായി.
ഇത് ആഭ്യന്തര ഉപഭോഗത്തിന്റെ വ്യാപ്തിയും ശക്തമായ ഇറക്കുമതി ശേഷിയുമാണ് വ്യക്തമാക്കുന്നത്. ഈ മാസത്തിൽ ആകെ നൽകിയ റീഫണ്ടുകൾ 13.1% വർദ്ധിച്ച് 29,968 കോടി രൂപയായിട്ടുണ്ട്. റീഫണ്ടുകൾക്ക് ശേഷമുള്ള അറ്റ ആഭ്യന്തര GST വരുമാനം 10.5% ഉയർന്ന് 1.27 ലക്ഷം കോടി രൂപയിലും ഇറക്കുമതിയിൽ നിന്നുള്ള അറ്റ GST വരുമാനം 30.3% വർദ്ധിച്ച് 54,223 കോടി രൂപയിലും എത്തി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസത്തെ ആകെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മൊത്ത GST വരുമാനം 10.1% വളർച്ചയോടെ 8.42 ലക്ഷം കോടി രൂപയിലും അറ്റ GST വരുമാനം 9.2% വർദ്ധിച്ച് 7.21 ലക്ഷം കോടി രൂപയിലും എത്തി. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 28 ഇടങ്ങളിലും ധനാത്മക വളർച്ചയുണ്ടായത് ടാക്സ് ബേസിന്റെ വിപുലീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാം പാദത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഈ മുന്നേറ്റം രാജ്യത്തിന്റെ ധനകാര്യ ഭദ്രതയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വരാനിരിക്കുന്ന RBI യോഗത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റമുണ്ടാകില്ലെന്ന് നുവാമ. വെയിറ്റ് ആൻഡ് വാച്ച് നയം സ്വീകരിക്കുമെന്നും റിപ്പോർട്ട്. 5.25% തന്നെ പലിശ നിരക്ക് നിലനിർത്താനാണ് സാധ്യതയെന്ന നുവാമയുടെ പുതിയ ഗവേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പണപ്പെരുപ്പം, സാമ്പത്തിക വളർച്ച, ആഗോള പ്രതിസന്ധികൾ എന്നിവയിലെ അനിശ്ചിതത്വം കാരണം കാത്തിരുന്ന് കാണുക എന്ന സമീപനമായിരിക്കും റിസർവ് ബാങ്ക് സ്വീകരിക്കുക. ഭാവി പണനയത്തെക്കുറിച്ചുള്ള RBIയുടെ മാർഗനിർദ്ദേശങ്ങൾ പണപ്പെരുപ്പ അപകട സാധ്യതകൾ, ലിക്വിഡിറ്റി മാനേജ്മെന്റ്, വിദേശ വിപണി സാഹചര്യങ്ങൾ എന്നിവയായിരിക്കും സാമ്പത്തിക ലോകം പരിഗണിക്കുകയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. സപ്ലൈ ചെയിൻ തടസ്സങ്ങളാണ് പണപ്പെരുപ്പത്തിന് പ്രധാന ഭീഷണിയാകുന്നത്. ഹോർമൂസിനു പുറമെ എൽനിനോ ഭീഷണിയും അസ്ഥിരമായ മൺസൂണും ഭക്ഷ്യപണപ്പെരുപ്പത്തിന് കാരണമായേക്കാം. പല മുൻനിര കമ്പനികളും ഉൽപ്പന്നവില വർദ്ധിപ്പിച്ചതും പണപ്പെരുപ്പ സമ്മർദ്ദം കൂട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിരക്കുകളിൽ മാറ്റം വരുത്താതെ സാഹചര്യം നിരീക്ഷിക്കാനാണ് RBIയുടെ തീരുമാനം. ഇന്ത്യയുടെ 10 വർഷത്തെ ബോണ്ട് ഈൽഡ് ഉയർന്നതോടെ രാജ്യത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഇതിനകം തന്നെ കർശനമായിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ കൂടുതൽ പലിശ വർധനവ് നടപ്പാക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നു. ചുരുക്കത്തിൽ റിപ്പോ നിരക്ക് 5.25% മാറ്റമില്ലാതെ തുടരുമെന്നതിനാൽ നിരക്ക് തീരുമാനത്തേക്കാൾ വിപണി ഉറ്റുനോക്കുന്നത് RBIയുടെ പോളിസി കമന്ററിയും ഭാവി നടപടികളെക്കുറിച്ചുള്ള സൂചനകളുമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉൽപ്പന്ന വില വർധനയ്ക്ക് ഇന്ത്യൻ കമ്പനികളുടെ നീക്കം. ഗാർഹികോപകരണങ്ങൾ മുതൽ അവശ്യ വസ്തുക്കളുടെ വില വരെ ഉയരും. ഉത്സവ സീസണിന് മുന്നോടിയായി ഇന്ത്യയിലെ പ്രമുഖ ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികൾ വീണ്ടും വില വർധനയ്ക്കൊരുങ്ങുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനാൽ അസംസ്കൃത വസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വില ഉയരുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഏഷ്യൻ പെയിന്റ്സ്, ഡോഡ്ല ഡയറി തുടങ്ങി നിരവധി കമ്പനികൾ വരും മാസങ്ങളിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡിറ്റർജന്റുകൾ, ഡിഷ് വാഷിംഗ് ബാറുകൾ, പാൽ ഉൽപ്പന്നങ്ങൾ, പെയിന്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലാണ് വില കൂട്ടാൻ നീക്കം. ഹാവൽസ് ഇന്ത്യ ചില ഉൽപ്പന്നങ്ങൾക്ക് 8% വരെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ഉപ്പിന്റെ വിലയും 7% ഉയർന്നു. ഓഗസ്റ്റ് മുതൽ നവംബർ വരെ നീളുന്ന ഉത്സവ സീസണിൽ ഉപഭോക്തൃ ചെലവ് സാധാരണയായി വർദ്ധിക്കുന്നതിനാൽ ഈ സമയത്ത് വില വർധന നടപ്പിലാക്കാൻ കമ്പനികൾക്ക് കൂടുതൽ അനുകൂല സാഹചര്യമാണുള്ളത്. ദീപാവലി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ പല കമ്പനികളുടെയും വാർഷിക വിൽപ്പനയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനിടെ ജൂണിൽ ഇന്ത്യയിലെ റീറ്റെയിൽ പണപ്പെരുപ്പം റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്ന 4% മുകളിലെത്തി. ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിലക്കയറ്റമാണ് പ്രധാന കാരണം. ഈ സാമ്പത്തിക വർഷത്തിൽ ശരാശരി പണപ്പെരുപ്പം 5.1% RBIയുടെ വിലയിരുത്തൽ. ആഗോള എണ്ണവില ഉയർന്ന നിലയിൽ തുടരുന്നതും കാലാവസ്ഥാ അനിശ്ചിതത്വവും എൽനിനോ സാധ്യതയും വിലക്കയറ്റ സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രാജ്യത്തെ ഗ്രാമീണ നഗര മേഖലകളിലെ ഉപഭോക്തൃ ആവശ്യം ഇതുവരെ സ്ഥിരത പുലർത്തുന്നതായി കമ്പനികൾ വ്യക്തമാക്കുന്നു. എന്നാൽ വിലവർധനയും ദുർബലമായ മൺസൂണും വരും മാസങ്ങളിലെ ഉപഭോഗത്തെ എങ്ങനെ ബാധിക്കുമെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കമ്പനികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,220 രൂപയും 1 പവൻ സ്വർണത്തിന് 1,05,760 രൂപയുമായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 10,860 രൂപയും പവന് 86,880 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 235 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിപണിയിലേക്ക് വിദേശ മൂലധനയൊഴുക്ക്. കറൻസി മൂല്യത്തിലെ സ്ഥിരതയും കോർപ്പറേറ്റ് വരുമാനവും തുണയായെന്ന് മോത്തിലാൽ ഓസ്വാൾ.
ഇന്ത്യൻ വിദേശ നാണ്യ വിപണിക്ക് വൻ മുന്നേറ്റം. രാജ്യത്തെത്തിയത് 4082 കോടി ഡോളറിന്റെ വിദേശ നാണ്യ നിക്ഷേപം. GST പിരിവിൽ വൻ കുതിച്ചുചാട്ടം. സമാഹരിച്ചത് 2.11 ലക്ഷം കോടി രൂപ. റിപ്പോ നിരക്കിൽ മാറ്റമുണ്ടാകില്ലെന്ന് നുവാമ. വെയിറ്റ് ആൻഡ് വാച്ച് നയം സ്വീകരിക്കുമെന്നും റിപ്പോർട്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും. നീക്കം നടത്തി ഇന്ത്യയിലെ മുൻനിര കമ്പനികൾ. ഈവനിംഗ് ബിസിനസ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.